പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പൈനാപ്പിൾ നല്ലതായിട്ട് വൃത്തിയാക്കി അതിൻ്റെ കണ്ണ് മാതിരിയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ഞാനിങ്ങനെ നല്ല റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല പൂവിൻ്റെ ഷേപ്പാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിന് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഇത് നല്ല മധുര പച്ചടി ആയ കാരണം കൊണ്ട് ഇത് നമുക്ക് കുറച്ച് മധുരം കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരച്ച് ശർക്കര ഉരുക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇതിന് വേറെ മസാലകൾ, തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. ഇതൊരു സ്പെഷ്യൽ പച്ചടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതിനകത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനെ വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ അതിനകത്ത് വറ്റിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും പാടില്ല. ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കേണ്ട ഒരു പച്ചടിയാണ്. അപ്പോൾ പിന്നെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. ഇനി ഇതിനകത്ത് അതിനകത്തേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിനകത്ത് അരപ്പ് ചേർക്കാം. അപ്പോൾ അതിനകത്ത് 1 കപ്പ് അളവിൽ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനൊന്ന് അരച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അധികമൊന്നും അരയേണ്ട. ഇതൊരു അവിയലിനൊക്കെ അരയണ ആ പാകത്തിന് ഒന്ന് അരച്ചാൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി വറുത്തിട്ട് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇനി ഇതിനകത്ത് ഒന്നും കൂടെ വറുത്തിടാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ കൂടി നെയ്യ് നമുക്ക് ചേർക്കാനുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് കടുക് ഇടണം, കരിവേപ്പിൻ്റെ ഇല ഇടണം, പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. അതും കൂടി നല്ല ചുമന്ന, നമ്മൾ കൂട്ടുകറിക്കൊക്കെ നമ്മൾ വറുക്കുന്നില്ലേ, അതേമാതിരി വറുത്തിട്ട് നമുക്ക് അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതാണ് ഈ പച്ചടിയുടെ ഒരു പ്രത്യേക കൂട്ട്. അതും കൂടെ ചേർത്താലാണ് ഇത് നല്ല ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു നമുക്ക് സ്വീറ്റ് ഡിഷായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഇഷ്ടംപോലെ വരണ സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി നമുക്ക് പച്ചടി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ്